നാസറാക്കൊക്കെ നമ്മളെ സ്റ്റാൻഡിൽ സ്പെഷ്യൽ ആയിട്ട് ആള്. ഈ ഒരു ഏരിയ ഞങ്ങൾ ഉണ്ടാവും കൂടെ അല്ലേ? ഇല്ല പോലെ. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഊർജ്ജത്തോടെ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ആക്കിയതും പാലത്തെങ്ങന്നാണ്. ഇവിടെയാണ് ഞാൻ വന്നിരിക്കൽ. രാത്രി നല്ല സുഖമാണ്, കാറ്റിങ്ങനെ ഉണ്ടാവും. 9 മണിക്ക് സ്റ്റാൻഡിൽ വണ്ടികൾ കുറവാണ്. നമ്മളിവിടെ ബാക്കിലൊരു 6ാമത്തെ 7ാമത്തെ വണ്ടിയായിട്ട് നിർത്തിയിട്ടുണ്ട്. 6 കറക്റ്റ് അറിയില്ല കേട്ടോ, നിർത്തിയിട്ടുണ്ട്. ആദ്യത്തെ കഴിഞ്ഞിട്ട് കൊടുക്കാൻ നോക്കാം. ഇന്നലത്തെ പൈസ കുറച്ച് ഹാൻഡിലിന്റെ കവറിലല്ല ഹാൻഡിലിൽ വെച്ചേക്കുമായിരുന്നു. ചില്ലറ പൈസയാണ്. അത് നമ്മൾ തൽക്കാലം പോക്കറ്റിലേക്കാം, ബാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാലൻസ് കൊടുക്കാം. നിംസ് ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞിട്ടോ 9:40 9:45 അവസാനിച്ചത്. 9:43 അവസാനിച്ചു. 40 സ്റ്റാൻഡ് നിർത്തുന്നു കേട്ടോ. അതായത് 9 മണിക്ക് നമ്മൾ എത്തിയത്. പിന്നെ നല്ല ചൂടുണ്ട്, കട്ട ചൂടുണ്ട്. അതുപോലെ തന്നെ തിങ്കളാഴ്ച വളരെ മോശമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് ഇന്ന്. ഈ ഒരു നേരം വരെ നമുക്ക് തോന്നണം 3/4 മണിക്കൂറിൽ ഒരു 30 കിട്ടുന്നൊക്കെ പറഞ്ഞാൽ ഗ്രാഫ് താഴെ നടക്കുന്നുണ്ട്. ഗ്രാഫ് താഴ്ന്നു കിടക്കുവാണ് മക്കളെ. ഗ്രാഫ് പൊക്കണം. ഉച്ചവരെ നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ചെങ്ങന്മാരെ, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ആഗ്രഹം അത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു നിമിഷത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. എന്തൊക്കെയായാലും നമ്മളുടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് കുറച്ച് കാക്കികൾ, നമ്മുടെ ഡ്രൈവർമാർക്ക് കുറച്ച് കാക്കികൾ കൊടുക്കാമെന്നായിരുന്നു നമ്മളുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനായിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ എനിക്ക് ആരുടെയെങ്കിലൊക്കെ ഒരാളുടെ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ഒരു ടീമാണ് ടോട്ടാ കെയർ എന്ന് പറയുന്നത്. ഇത് പ്രവീണേട്ടൻ, ഹായ്, ഓക്കെ അല്ലേ? അതായത് ഇവര് കൺസ്ട്രക്ഷൻ മേഖലയാണ് ചെയ്യുന്നത്. ഇവരുടെ കമ്പനി കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അത്തരത്തിലുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം. നമ്മളെ ഡ്രൈവർമാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കാക്കി ഇവര് സ്പോൺസർ ചെയ്തതാണ്. കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ആണ്. ടോട്ടകെയർ എന്ന കൺസ്ട്രക്ഷൻ ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ ഫേമിന്റെ പേര്. ഇപ്പൊ എവിടെയാ പ്രവർത്തിക്കണേ? ഇപ്പോ നമ്മൾ 2 രാജ്യങ്ങൾ, അതായത് UK-ലും UAE-ലും ആണ് ഇപ്പൊ ഉള്ളത്. ഇനിയിപ്പോ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തില് മലപ്പുറം ജില്ലയില് തിരൂര് മാങ്ങാട്ടി എന്ന സ്ഥലത്താണ് നമ്മൾ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഓഫീസാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ഫസ്റ്റ് കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂര് മാങ്ങാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അതിന്റെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എന്താ പറയാ, അവരോരോ കാക്കി തന്ന് എന്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞപ്പോ നമുക്കൊരു കാക്കി തന്നുകൊണ്ട് അവരുടെ ഇനാഗുറേഷന്റെ ഒരു ക്ഷണം കൂടിയാണ് ഇതിൽ നമ്മൾ കാണുന്നത് അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ സർവീസ്? എങ്ങനെ സർവീസ് നമുക്ക് വരുന്നത് കൺസ്ട്രക്ഷൻ എല്ലാതും ഉണ്ട്. അതായത് എല്ലാ ഇപ്പൊ ഒരു പകുതി പണി കഴിഞ്ഞൊരു വീടാണെങ്കിൽ പോലും അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾ എല്ലാം ചെയ്യും. ഒരു EMI-ലും ഉണ്ട്. അതായത് ഒരു വീട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ 50% നമ്മൾ ആദ്യം കൊടുത്താൽ മതി. ബാക്കി നമ്മൾ EMI-ലായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അതിൽ നമ്മൾ 10 വർഷത്തെ വാറണ്ടിയും 5 വർഷത്തെ ഇൻഷുറൻസ് കവറേജ് എല്ലാം കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു കമ്പനി ഈ തിരൂര് വരുന്നുണ്ട്. അപ്പോൾ ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് ഇനാഗ്രേഷൻ പറഞ്ഞത്. നമ്മൾ മെയ് ഫസ്റ്റ് വീക്കിൽ ഉണ്ടാവും. മെയ് ഫസ്റ്റ് വീക്കിന്. അതെ, മെയ് ഫസ്റ്റ് വീക്കിനാണ് അപ്പോൾ ഇവരുടെ ഇനാഗ്രേഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ 10-30 ഡ്രൈവർമാർക്ക് അവരുടെ കാക്കി, അതുപോലെ തന്നെ വിഷു ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു കൈനീട്ടം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേങ്കിൽ ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ എന്നില്ലാത്തൊരു ഓട്ടം. ഡ്രൈവർമാർ ആരും തന്നെ ഇവിടെ ആകെ 2 വണ്ടിയേ ഉള്ളൂ. ഞാൻ തന്നെ വണ്ടി മാറ്റിയിട്ട് മുപ്പര് വന്നപ്പോഴേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്ന് കരുതി. ഏതായാലും ഞങ്ങൾ എല്ലാവർക്കും ഉള്ളത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഋഷാദ് നമ്മോട് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഈ ഒരു ഓർഡർ കാര്യങ്ങളൊക്കെ ഇവരുടെ സൈസ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ നമ്മൾക്ക് സാധനം ടീഷർട്ട് കൊണ്ടുവന്നത്. ആദ്യത്തെ പീസ് നമുക്ക് ബാലേട്ടൻ തന്നെ കൈമാറാം. ബാലേട്ടൻ ഏറ്റവും വാങ്ങിക്കൊണ്ട് ഓക്കെ, അടിപൊളി, സന്തോഷായില്ലേ? വാക്ക് വലിച്ചില്ല. ഇന്നെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലെന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയില്ലേ? പിന്നെ നമ്മുടെ വിഷു കൈനീട്ടം. വിഷു കൈനീട്ടം ഇത് നിങ്ങളത് എക്സൽ രണ്ടാൾ എക്സൽ അല്ലേ? ഞങ്ങള് തിരൂര്. കൂടി കൊടുത്താലോ നമുക്ക്? എക്സൽ 2 എക്സലും കൂടി. ഹാപ്പി അല്ലേ സാമേ? വളരെ സന്തോഷം. ഞങ്ങളുടെ ഒരു ചെറിയൊരു വിഷ് കൈനീട്ടം കൂടി ഉണ്ട്. താങ്ക് യു. ഓയ് ഹാപ്പി വിഷു കൈനീട്ടം. അപ്പൊ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അതെ,
അപ്പോൾ നമുക്കിങ്ങനെ എല്ലാവരും പാടെ കൂട്ടത്തോടെ കിട്ടില്ല, കിട്ടുന്നവർക്ക് ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോ എന്താ പറയാ, അവർക്കും സന്തോഷം, ഇവർക്കും സന്തോഷം, എനിക്ക് അതിനൊക്കെ സന്തോഷം. കാരണം ഞാൻ കുറെ മുമ്പ് ആഗ്രഹിച്ച കാര്യമാണത്. ഹാപ്പി അല്ലേ? നീ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് ഇന്റെ അടുത്ത് ഒരു ഉപകാരം കിട്ടില്ല അറിയണ്ട. ഇല്ല പോലെ നമ്മുടെ ഹാപ്പി വിഷു. ഓക്കെ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വിഷൊക്കെ ആഘോഷിക്കും. നാസറൊക്കെ നമ്മളെ സ്റ്റാൻഡിൽ സ്പെഷ്യൽ ആയിട്ട് ആള്. അതെ, സ്പെഷ്യൽ ആൾക്കാർ സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ. അതെ, കേട്ടോ. ഇതാ ഞങ്ങളുടെ യൂണിഫോം മതി, ഞങ്ങളുടെ ചെറിയൊരു വിഷ് കൈ നേട്ടാവും. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് സാധ്യമായത് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായത് കൊണ്ടാണ്. എന്തുപോലെ നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വർക്കുകള് തരാ, നമ്മൾ എവിടെ വന്നിട്ട് വേണേലും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അതാ നമ്മളിപ്പോ ഇത്രയും നേരം നമ്മള് ഓട്ടോ ഡ്രൈവേഴ്സിലെ യൂണിഫോം കൊടുത്ത്, ഇതിനൊക്കെ കാരണക്കാരനായ ഒരാളുണ്ട്, അവർക്കുള്ള യൂണിഫോം കൂടി നമ്മൾ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. പുള്ളി ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അത് മാത്രല്ല വലിയൊരു ബ്ലോഗറാണ്. നാളെ നമ്മുടെ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ കാണേണ്ട ഒരാൾ കൂടിയാണ്. അപ്പൊ ആൾക്ക് എല്ലാവിധ സപ്പോർട്ട് കൊടുക്കുക, പുള്ളിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷെ എനിക്കും തന്നെ വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല് ഇവര് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ ഇവരുടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നു. ആ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റത്തെ എന്താ പറയാ, അവരുടെ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മളുടെ മുഖേനയും, പിന്നെ അവരുടെ ഒരു ഈ ഒരു വിഷുവിന് അവരുടെ വിഷു കൈനീട്ടം ഒക്കെ കിട്ടുന്നതിൽ ഞങ്ങളും തന്നെ വളരെ സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും സന്തോഷം. ഈ ഒരു ഏരിയ ഞങ്ങൾ ഉണ്ടാവും കൂടെ, അല്ലേ? താങ്ക് യു. ചെറിയൊരു വിഷ് കൈ നേട്ടം. ഓ, താങ്ക് യു. ഹാപ്പി വിഷു. നമ്മുടെ കാക്കി ഞാൻ നോക്കിയതാണ്, എന്റെ മേടിയാണ്. പക്കല്ലേ? പക്ക ഫിറ്റ് ആയിട്ട്. ഓക്കെ അല്ലേ? ആദ്യത്തെ ട്രിപ്പ് നമ്മുടെ ഈ കാക്കിയിട്ട് പോയോക്കാം. അപ്പൊ നമ്മുടെ കമ്പനിയും ഇവരുടെ കൂടെ തന്നെയാണ് യാത്ര. യാത്ര ഞങ്ങള് കമ്പനി ഉണ്ട് കൂടെ. എങ്ങനെ യൂണിഫോം ഒക്കെ ഇഷ്ടമായ? യൂണിഫോം ഇതിന്റെ കളർ പക്ക മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ്. യൂണിഫോമിന്റെ കളറ് പക്കയാണ് നമ്മുടെ കാക്കി. ഇത് നമുക്ക് പോലീസുകാരുടെ അടുത്ത് വിഷയം വരാറുണ്ട്. അപ്പൊ അതിനൊന്നും ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു കളറ് പക്കയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സംശയമുള്ളതേ, ഇപ്പൊ എല്ലാ പണിയും കഴിഞ്ഞൊരു വീട്, അപ്പൊ അവിടെ ഈ എന്താ പറയാ ഒന്ന് ഇന്റർലോക്ക് പതിക്കണം എന്നുണ്ട്. അത്ര വർക്കൊക്കെ നിങ്ങൾ എടുക്കുമോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്റർലോക്കിന്റെ ഒരു വർക്ക് പറഞ്ഞല്ലോ, എല്ലാ വർക്കും അതും നമ്മൾ ചെയ്യും. എല്ലാവിധ വർക്കുകളും നമ്മൾ ടോട്ടാ കെയറിന്റെ എല്ലാ സർവീസും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇതിലിപ്പോ ഇത്ര വലിയ ബഡ്ജറ്റുള്ള വർക്ക് എടുക്കുള്ളൂ എന്നുള്ള ഇതല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എല്ലാവിധ ഏതൊരു സാധാരണ വീട്ടുകാർക്ക് പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണം ചെയ്തു കൊടുത്തിട്ട് അവരുടെ സ്വപ്നം പൂവണിയിക്കുക. അതാണ് ഞങ്ങളുടെ ഒരു ഉന്നയിക്കുന്ന ഒരു ആശയം. എല്ലാവരും നമ്മുടെ വർക്ക് എത്തിക്കുക, നല്ല നല്ല വർക്കേഴ്സിൽ വെച്ചിട്ട് വർക്ക് എടുക്കുക. ഇതിനെന്തൊരു ഗ്യാരണ്ടി പറയുന്നുണ്ടല്ലോ നിങ്ങള്? ഗ്യാരണ്ടി നമ്മൾ എടുക്കുന്ന വർക്കിന് ചുരുങ്ങിയത് ഒരു 10 വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ വർക്കും നമ്മൾ ഇൻഷുർ കവറേജും കൊടുക്കുന്നുണ്ട്. അതായത് അതിന്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, കയറാം. നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്. ഇപ്പൊ പേഴ്സണൽ നമ്പർ കൊടുക്കാൻ വേണ്ടി പറ്റും. അതെ, പേഴ്സണൽ നമ്പർ നമുക്ക് ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇതിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കാം. പിന്നെ മെയിൽ ചെയ്യാം, ടോട്ടാക്കാരന്റെ മെയിൽ ചെയ്യാം. എന്ത് സംശയങ്ങൾക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ മെയിൽ ചെയ്താൽ നമ്മളെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. പറഞ്ഞുതരും. ഏതായാലും ഷെയറാവട്ടെ. ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. വണ്ടൂരിന്റെ സപ്പോർട്ട് എന്തായാലും നമ്മൾ കൊടുത്തിരിക്കും. അതെ, ഞങ്ങൾ ഫസ്റ്റ് നമ്മുടെ വണ്ടൂരാണ് നമ്മൾ കവർ ചെയ്തത്. അതെ. അപ്പൊ വണ്ടൂരുള്ള എല്ലാവരും തീർച്ചയായിട്ടും വർക്കുകൾ തരിക. നമ്മളെ ഡ്രൈവർമാരെ ഭാഗത്തുനിന്നൊക്കെ എന്തായാലും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളും തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നാ തന്നെ പറഞ്ഞ പോലെ ഇനി ഞാൻ ഓടട്ടെ. ഇനി ഓടണം. കാക്കി കിട്ടി. ഞാൻ സന്തോഷത്തിലൂടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇനി ഓടണം. കാക്കിയിട്ട് ഓടുക. ആര്യക്ക് ഒരു ചോക്ലേറ്റ്, ചിന്നൂന് കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ അമ്മയ്ക്ക് ഒരു വിഷുക്കോടി അല്ലല്ലോ, വിഷുക്കോടി. ഏതായാലും കാക്കിയൊക്കെ ഫുള്ളായിട്ട് വണ്ടിന്റെ ബാക്കിലുണ്ട്. ഇതും വണ്ടിന്റെ ബാക്കിക്ക് തന്നെ. അപ്പോ ഇനി ഓരോ ഡ്രൈവർമാരും വിളിച്ച് ഇത് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ കൊടുക്കണം. കാരണം എന്റെ കയ്യിലിങ്ങനെ നിന്നാലേ അവർക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും വളരെ സന്തോഷം. എന്റെ കാക്കിയോടെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി
ചൂടിനൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. ഈ ഉള്ളിലൊരു കോട്ടിങ് കൂടി ഉണ്ട്. നമ്മളോട് കുറച്ച് വൈറ്റ് ആണ്. സമയം 11:36. അവിടുന്ന് ട്രിപ്പ് വിളിച്ചുകൊണ്ട് തന്നെ 2ാമത്തെ ട്രിപ്പ് ഇട്ടാ പോയോട്ടെ. നേരത്തെ ഫ്രണ്ടിലിരുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ 1-2 ലോക്കലൊക്കെ ഇപ്പൊ പോയി. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോ 100 ഫസ്റ്റ് ഒരു 30, പിന്നെ ഒരു 50, 80, പിന്നെ ഒരു 40, 80, 120, 120, പിന്നെ ഒരു 50, 170, 170, ഇപ്പൊ ഒരു 40, 210 രൂപയ്ക്ക് നമ്മൾ ഓടി. 10 രൂപ മടക്കമുണ്ട്. 220 രൂപയ്ക്ക് നമ്മൾ ഇപ്പൊ ഓടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സാറ് സമയം കൊണ്ടാണ് നമ്മൾ ആ 220 എത്തിയത്. അതിപ്പോ ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് ആ ലോക്കല് കഴിഞ്ഞപ്പോ 11:15 അങ്ങേ ഇങ്ങേ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ആയതാണത്. ഏതായാലും കൊള്ളാം. നമ്മൾക്ക് നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട്. നല്ല ആശ്വാസം പറഞ്ഞാൽ നല്ല ആശ്വാസം. ഇന്ന് അത്യാവശ്യം മോട്ടർ ആക്കുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡിൽ മോട്ടർ ആക്കുന്നുണ്ട്. നേരിട്ട് കാണുന്നവര് കളിയാക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ അത് ഉപയോഗിക്കും. എന്നാലും ഞാൻ ഉപയോഗിക്കും. അതാണ് നല്ല സുഖമുണ്ട്, നല്ല സുഖമുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഗ്ലാസ് താഴ്ത്തിട്ട് നോക്കുമ്പോഴേക്ക് നല്ല കട്ട വെയിലാണ്. അവർ കണ്ണിലേക്ക് വരിക ഡയറക്റ്റ്. ഇത് വെച്ച് നോക്കുമ്പോഴേക്ക് നമുക്ക് നെറ്റ് ഇങ്ങനെ ചുളിക്കണ്ട, മനസ്സിലായല്ലേ? നെറ്റ് ചുളിക്കേണ്ട, കണ്ണിന് പൊളിപ്പില്ല. പിന്നെ ലോക്കലാണെങ്കിൽ അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 5ാമത്തെ വണ്ടിയാണ്. ഞാൻ 4ാമത്തെ വണ്ടി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് ഫുള്ളായിട്ട് ഇങ്ങനെയാണ്. പ്രവീണാട്ടം വന്നപ്പോൾ അവസ്ഥ തന്നെ, ഒറ്റ വണ്ടി പോലും ഇല്ലാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. ഓട്ടമുള്ള ദിവസമാണ്. ഞാനാണെങ്കിൽ എന്താ പറയാ, ഇന്നൊരു ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ ക്യാമ്പിങ് വീഡിയോ ആയിരിക്കാം മിക്കവാറും, പോവുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ ഓക്കെ. ഒരുപാട് പേർക്കൊക്കെ കൊടുത്തു. നോട്ടെ ബാക്ക്. ഓക്കെ, ഇമേജ് ഒരു എക്സിക്യൂട്ടീവ് ലുക്ക്. അഖിലിനൊക്കെ കറക്റ്റ് ഫിറ്റാണ്. മേടിയാണ് നോട്ടെ. കറക്റ്റ് ഫിറ്റാട്ടോ എനിക്ക് അല്ലേ? ഇജ് പോയി എടുക്കുമ്പോ പോലും എനിക്ക് ഇത്ര ഫിറ്റുള്ളത് കിട്ടൂല ഇല്ലല്ലോ. അടിപൊളി അടിപൊളി അല്ലേ? ഞാൻ വിഷു കഴിഞ്ഞിട്ടും കിട്ടിയില്ലേ? കാക്കി ഇനി ഒരു 8-10 കൂടി കൊടുക്കാണ്ട്. അതിപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് നടക്കൂല, നമുക്ക് വേറെ ദിവസം കൊടുക്കാം. ഞാൻ വീട്ടിലെത്തി ഒരു 350 റുപ്യക്കാണ് ഓടിയത്. ഹായ് ഹായ്, അത് തുറന്നൊക്കെ. അതിലൊരു സാധനമുണ്ട്, അതെടുത്തോ. എന്താണ് എന്താണ് അനക്ക് കുറച്ച് ഫ്രൂട്ട്സ്. പിന്നെ അമ്മക്കൊരു ഓണക്കോടി, വിഷുക്കോടി. വീണ്ടും ഓണക്കോടിയാണ് വരുന്നത്. തെറ്റുമുണ്ടാവാം, എനിക്കറിയില്ല. ഒരു വാങ്ങിയതല്ലേ. മറ്റന്ന് വിഷു. തെറ്റുമുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഓക്കെ. ഇന്നത്തെ പരിപാടി ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കണം, എഡിറ്റിങ് പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. എന്തായാലും ഇന്നൊരു ചെറിയ രീതിയിലൊക്കെ ഭയപ്പെടേണ്ട ഒരു ഏരിയ പിടിക്കാൻ തന്നെയാണ് ഇരുന്നത്. എന്താവുമെന്ന് അറിയില്ല. ആ സ്റ്റാൻഡിനൊന്ന് പരിചയപ്പെടണം. ടെൻറ്റ് കുറേ ദിവസമായി നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അതിനേറ്റവും നല്ലത് നമ്മൾ ഇന്ന് ചെയ്യുന്ന സ്ഥലം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാലും ഈ ഒരു വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീട്ടിൽ നാളെ വരാം. ടൊട്ടാ കെയറിന് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എല്ലാവർക്കും കാക്കിയൊക്കെ കൊടുത്തതിൽ വളരെ സന്തോഷം. നമ്മളെല്ലാവർക്കും സ്റ്റാൻഡിൽ കൊടുത്തു എന്നല്ല, ഇനി ഒരുപാട് പേരുണ്ട്. ഞാൻ എല്ലാവരുടെയും എന്താ പറയുക, അളവ് സ്വീകരിക്കാനുള്ള സമയം എനിക്കും കിട്ടിയിട്ടില്ല. എല്ലാവരെയും ഞാൻ കണ്ടിട്ടുമില്ല. എന്നാൽ പോലും ഇന്നും തന്നെ കണ്ടവർക്ക് കൊടുത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളവർക്ക് കൊടുക്കാനാണ്. ഓട്ടോ സ്റ്റാൻഡല്ലേ, എല്ലാവരും ഓട്ടത്തിലേക്കാവും, ഓട്ടോ ഡ്രൈവർമാർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.